Dear students, welcome to the class of heat and transfer. In this class, I am starting the third module and these are the topics mentioned in the third module. Here we will discuss the topics transient heat conduction, lumped system analysis, Biot number and a Fourier number. First one, transient heat conduction. ഓൾറെഡി സ്റ്റഡി സ്റ്റേറ്റ് എന്താണോ പഠിച്ചു കഴിഞ്ഞു. ഫസ്റ്റ് മൊഡ്യൂൾ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടക്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്താണ് സ്റ്റഡി സ്റ്റേറ്റ് എന്ന് വെച്ചാൽ എ സോളിഡ് ബോഡി ഈസ് സെഡ് ടു ബി ഇൻ സ്റ്റഡി സ്റ്റേറ്റ് ഇഫ് ദി ടെമ്പറേച്ചർ ഓഫ് ദ ബോഡി ഡസ് നോട്ട് വാരി വിത്ത് ടൈം. ഈ സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയുന്നൊരു ജനറൽ ടേമാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റഡി സ്റ്റേറ്റ് എന്ന് വെച്ചാൽ പ്രോപ്പർട്ടീസ് ടൈമിനനുസരിച്ചിട്ട് വേരിയേഷൻ ഉണ്ടാവില്ല. പ്രോപ്പർട്ടീസിന് ഒരു സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടീസ് ടൈമിനനുസരിച്ച് വേരിയേഷൻ ഉണ്ടാവില്ല. ടൈം ചേഞ്ച് ചെയ്യുന്നുണ്ടാവും, പ്രോപ്പർട്ടീസ് റിമെയിൻസ് സെയിം. അതാണ് സ്റ്റഡി സ്റ്റേറ്റ്, ഒരു ജനറൽ ടേമാണ്. ഇവിടെ ഹീറ്റ് ട്രാൻസ്ഫറിലോട്ട് വരുന്ന സമയത്ത് എന്താണ്, ടെമ്പറേച്ചറിന് വേരിയേഷൻ ഇല്ല. സ്റ്റഡി സ്റ്റേറ്റിൽ ടെമ്പറേച്ചറിന് വേരിയേഷൻ ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു സ്റ്റഡി സിസ്റ്റം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ടൈം 2 PM ടൈം 5 PM ആണ് കൺസിഡർ ചെയ്യുന്നത്. ലെഫ്റ്റ് വാൾ ടെമ്പറേച്ചർ 15 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ് 2 PM. അതേപോലെ റൈറ്റ് വാൾ 7 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ഇവിടെ പൊസിഷൻ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ലൊക്കേഷൻ മാറുന്നതിനനുസരിച്ചിട്ട് ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ട്. പക്ഷെ ടൈം 5 PM ആവുന്ന സമയത്ത് ലെഫ്റ്റിൽ 15 ഡിഗ്രി തന്നെ, റൈറ്റിൽ 7 ഡിഗ്രി തന്നെ. എന്ത് ചെയ്തു, ടൈം ചേഞ്ച് ചെയ്തു, ടെമ്പറേച്ചറിന് വേരിയേഷൻ ഇല്ല. ഇതെന്താണ് സ്റ്റഡി സ്റ്റേറ്റ്. പക്ഷേ ഇവിടെ എന്താ, ലൊക്കേഷൻ മാറുന്നതിനനുസരിച്ചിട്ട് ടെമ്പറേച്ചറിന് വേരിയേഷൻ ഉണ്ടാവുക. സ്റ്റഡി സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ടൈമിനനുസരിച്ചിട്ടാണ് പ്രോപ്പർട്ടീസിന് വേരിയേഷൻ ഇല്ലാത്തത്. However, if there is an abrupt change in its surface temperature, it attains steady state condition after some period of time. During this interim period, the temperature varies with the time and the body is said to be in unsteady or transient state. ഇപ്പം ഒരു സ്റ്റഡി സ്റ്റേറ്റിലുള്ള ഒരു സിസ്റ്റം, അതിന് സഡൻ ആയിട്ടൊരു ചേഞ്ച് വരുന്നു. സർഫസ് ടെമ്പറേച്ചർ, ഏതെങ്കിലും ഒരു സർഫസിലെ ടെമ്പറേച്ചർ സഡൻ ആയിട്ട് ചേഞ്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ സറൗണ്ടിങ് എൻവിറോൺമെൻറ്റിൻ്റെ ടെമ്പറേച്ചർ സഡനായിട്ട് ചേഞ്ച് ചെയ്യുന്നു. ആ സമയത്ത് എന്ത് ചെയ്യും, ആ ടൈം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചറിന് വേരിയേഷൻ ഉണ്ടാവും. ഓക്കെ, അതെന്താണ്, അൺസ്റ്റഡി സ്റ്റേറ്റ് ആണ്. പക്ഷേ കുറേ സമയം കഴിയുന്ന സമയത്ത് പിന്നെയും അത് എവിടെ എത്തും, സ്റ്റഡി സ്റ്റേറ്റിൽ തന്നെ എത്തും. ഓക്കെ, സഡനായിട്ടൊരു എൻവിറോൺമെൻറ്റിൽ ചേഞ്ച് വന്നു, അല്ലെങ്കിൽ അതിൻ്റെ സർഫസ് ടെമ്പറേച്ചറിന് ചേഞ്ച് വന്നു. അതിനുശേഷം കുറേ സമയത്തേക്ക് ടൈം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ടെമ്പറേച്ചറിന് വേരിയേഷൻ ഉണ്ടാവും. കുറേ സമയം കഴിയുന്നതിന് ശേഷം പിന്നെ അഗെയിൻ സ്റ്റഡി സ്റ്റേറ്റ് എത്തും. പിന്നെ ടൈം ചേഞ്ച് ചെയ്താലും ടെമ്പറേച്ചറിന് വേരിയേഷൻ ഉണ്ടാവില്ല. പക്ഷേ ആ സഡൻ ആയിട്ടുള്ള ആ ഒരു ടെമ്പറേച്ചർ ചേഞ്ച് അല്ലെങ്കിൽ എൻവിറോൺമെൻറ്റൽ ചേഞ്ച് അത് വന്നതിന് ശേഷം കുറച്ച് സമയത്തേക്ക് ടൈം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് അവിടെ ടെമ്പറേച്ചറിന് വേരിയേഷൻ ഉണ്ടാവും. ആ ഒരു സ്റ്റേറ്റ് എന്താണ്, ട്രാൻസിയൻറ്റ് സ്റ്റേറ്റ് ആണ്. ഓക്കെ, ട്രാൻസിയൻറ്റ് അല്ലെങ്കിൽ അൺസ്റ്റഡി മീൻസ് ദർ ഈസ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ വിത്ത് ചേഞ്ച് ഇൻ time. For practical purpose, it is necessary to know the time taken to attain a certain temperature when the environment suddenly changes. ഇവിടെ ഈ ഒരു ട്രാൻസിയൻറ്റ് സ്റ്റേറ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് കുറച്ച് പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസിലൊരു ടോപ്പിക്കാണ്. ഓക്കെ, ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ക്വെഞ്ചിങ് ഓപ്പറേഷൻ. ഹീറ്റ് ട്രീറ്റ്മെൻറ്റിൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാകും. ക്വെഞ്ചിങ് ഓപ്പറേഷൻ എന്താണ്, നമ്മളെ മെറ്റൽസിനെ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ വരെ ഹീറ്റ് ചെയ്യുന്നത്, അതിനുശേഷം സഡനായിട്ട് അതിനെ ഓയിൽ ബാത്തിലോ അതിലൊക്കെ ഇട്ടിട്ട് സഡനായിട്ട് കൂൾ ചെയ്യുന്നതാണ് ക്വെഞ്ചിങ് ഓപ്പറേഷൻ. പർട്ടിക്കുലർ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് അതിന് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആ ഒരു കേസിൽ എന്താണ്, നമുക്കൊരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്താൻ വേണ്ടിയിട്ട് എത്ര ടൈം വേണം എന്നുള്ളത് അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അവിടെ ആ കൂളിംഗ് റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ മൈക്രോ സ്ട്രക്ചേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക. അതേപോലെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിനും വേരിയേഷൻ ഉണ്ടാവും. അത്തരം കേസിലൊക്കെ എന്താണ്, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ, അവിടെ എന്താ ട്രാൻസിയൻറ്റ് പ്രോബ്ലമാണ്. ടൈം ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ടെമ്പറേച്ചർ വേരിയേഷൻ വരുന്നുണ്ട്. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ എത്തണമെങ്കിൽ എത്രത്തോളം ടൈം വേണമെന്നുള്ളത് അവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഓക്കെ, ഇൻ ജനറൽ ദ ടെമ്പറേച്ചർ ഫീൽഡ് ഇൻ എനി ട്രാൻസിയൻറ്റ് പ്രോബ്ലം ഈസ് ഗിവൺ ബൈ T is equal to T of x, y, z, T. ട്രാൻസിയൻറ്റ് പ്രോബ്ലത്തിൻ്റെ ജനറൽ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ, ജനറൽ ടെമ്പറേച്ചർ റെപ്രസെൻറ്റേഷൻ എന്താണ്, ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്, വൈ, സെഡ്, T. ഫസ്റ്റ് മൊഡ്യൂൾ പഠിക്കുന്ന സമയത്ത് ടെമ്പറേച്ചർ ആരെ ഫംഗ്ഷൻ മാത്രമായിരുന്നു, എക്സ്, വൈ ആൻഡ് സെഡ്. ടി ഉണ്ടായിട്ട് അവിടെ സ്റ്റഡി സ്റ്റേറ്റ് ആയിരുന്നു. ഇപ്പോൾ ട്രാൻസിയൻ്റ് ആയിട്ട് വരുന്ന സമയത്ത് ഒരു വേരിയബിൾ അധികം വന്നു, എന്താണ്, ടൈമിൻ്റെ വേരിയബിളാണ്.
ബാക്കി എക്സ് വൈ സെഡ് എന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? പൊസിഷനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ വേരീസ് വിത്ത് പൊസിഷൻ ആൻഡ് ടൈം, അതാണ് ഇതിൻ്റെ മീനിങ്. അടുത്തത് ലംബ്ഡ് സിസ്റ്റം അനാലിസിസ്. ഇവിടെ ഇപ്പം പറഞ്ഞു കഴിഞ്ഞു ഇത് ടെമ്പറേച്ചർ എക്സ് വൈ സെഡ് ടി ഇതിൻ്റെ പ്രോപ്പർട്ടീസാണ്. ടെമ്പറേച്ചർ അതിനനുസരിച്ചിട്ട് വേരി ചെയ്യുന്നുണ്ട്. ഓക്കെ, മീൻസ് എന്താ, അത്തരം അനാലിസിസ് എന്ന് പറഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. കുറച്ചൊരു സിംപ്ലിഫൈഡ് വേർഷനാണ് ലംബ്ഡ് സിസ്റ്റം അനാലിസിസ് എന്ന് പറയുന്നത്. ആദ്യം എന്താണ് ലംബ്ഡ് സിസ്റ്റം അനാലിസിസ് എന്ന് നോക്കാം. നമുക്ക് എല്ലാ കേസിലും അപ്ലിക്കബിൾ അല്ല, പർട്ടിക്കുലർ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, അതൊക്കെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ഹീറ്റിംഗ് ഓർ കൂളിംഗ് ഓഫ് ബോഡി ഡിപ്പെൻഡ്സ് ഓൺ ബോത്ത് ഇൻറ്റേർണൽ ആൻഡ് സർഫസ് റെസിസ്റ്റൻസ്. അതായത് ഒരു ബോഡീനെ ഹീറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ കൂൾ ചെയ്യുന്നു, അത് ആരൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? അതിൻ്റെ സർഫസ് റെസിസ്റ്റൻസിനെയും ഇൻറ്റേർണൽ റെസിസ്റ്റൻസിനെയും ഡിപ്പെൻഡ് ചെയ്യും. ഇവിടെ ഞാനിപ്പോൾ ഒരു ബോഡി കാണിച്ചിട്ടുണ്ട്, ഒരു സ്റ്റീൽ ബോൾ. അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ തൽക്കാലം വലിയ നോക്കണ്ട, ജസ്റ്റ് ഒരു ബോഡി. ഓക്കെ, ഇതൊരു ഹോട്ട് ഒബ്ജക്റ്റാണ്. ഇതിനെ ഞാൻ സഡനായിട്ടൊരു കൂൾ എൻവിറോൺമെൻറ്റിൽ പ്ലേസ് ചെയ്യുന്നു. ആ സമയത്ത് എന്ത് ചെയ്യും? ടെമ്പറേച്ചർ ഡിഫറൻസ് കൊണ്ട് ഈ ഒരു സർഫസിൽ നിന്ന് പുറത്തോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാവും ബൈ കൺവെക്ഷൻ. അതേപോലെ ബോഡിയുടെ ഇന്നർ പോർഷനിൽ നിന്ന് ഔട്ടർ പോർഷനിലോട്ടൊന്നുണ്ടാവും ഹീറ്റ് കണ്ടക്ഷനും ഉണ്ടാവും. ഓക്കെ, വിത്തിൻ ദ ബോഡി ഹീറ്റ് കണ്ടക്ഷൻ ഉണ്ടാവും, പിന്നെ ബോഡി ടു സറൗണ്ടിങ് ഫ്ലൂയിഡ് എന്നുണ്ടാവും കൺവെക്ഷനും ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. രണ്ട് മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഇവിടെ വന്നു. റേഡിയേഷൻ കൺസിഡർ ചെയ്യുന്നില്ല, കണ്ടക്ഷൻ ആൻഡ് കൺവെക്ഷൻ. ഒരു മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്ന സമയത്ത് അതിനെ അസോസിയേറ്റ് ചെയ്യുന്ന റെസിസ്റ്റൻസ്, കണ്ടക്ഷൻ റെസിസ്റ്റൻസ്, അതേപോലെ കൺവെക്ഷൻ റെസിസ്റ്റൻസ്. കൺവെക്ഷൻ റെസിസ്റ്റൻസിനാണ് സർഫസ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സെയിം കേസ് തന്നെയായിരിക്കും ഈ ബോഡി കൂൾ ചെയ്യുന്ന സമയത്തും ഉണ്ടാവുക. ഓക്കെ, അതായത് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ഹീറ്റിംഗ് ഓർ കൂളിംഗ് ഓഫ് ബോഡി ഡിപ്പെൻഡ്സ് അപ്പോൺ ബോത്ത് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്, അതായത് കണ്ടക്ഷൻ റെസിസ്റ്റൻസും അതേപോലെ സർഫസ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ കൺവെക്ഷൻ റെസിസ്റ്റൻസ്. The simplest unsteady state problem is one in which internal resistance is negligible. That is, convection resistance at a surface boundary is very large when compared to internal resistance due to conduction. ഒരു സിംപ്ലിഫൈഡ് വേർഷൻ എന്ന് പറയുന്നത് ട്രാൻസിയൻറ്റ് ഹീറ്റ് കണ്ടക്ഷൻ്റെ സിംപ്ലിഫൈഡ് വേർഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ കണ്ടക്ഷൻ റെസിസ്റ്റൻസ് നെഗ്ലക്റ്റ് ചെയ്യുന്നു. സർഫസ് റെസിസ്റ്റൻസിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കണ്ടക്ഷൻ റെസിസ്റ്റൻസ് സ്മോൾ ആയതുകൊണ്ട് അതിനെ നെഗ്ലക്റ്റ് ചെയ്യുന്നു. ഓക്കെ, അല്ലെങ്കിൽ അങ്ങനെ പറയാം. ഇൻ അതർ വേർഡ്സ്, സോളിഡ് ഹാസ് ഇൻഫൈനൈറ്റ് തെർമൽ കണ്ടക്ടിവിറ്റി സോ ദാറ്റ് ദർ ഈസ് നോ വേരിയേഷൻ ഓഫ് ടെമ്പറേച്ചർ ഇൻസൈഡ് ദ ബോഡി ആൻഡ് ടെമ്പറേച്ചർ ഈസ് എ ഫങ്ഷൻ ഓഫ് ടൈം ഓൺലി. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഫോം എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് തെർമൽ കണ്ടക്ടിവിറ്റി. ഇതിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി ഇൻഫൈനൈറ്റ് ആണെന്ന് വെച്ചാൽ എന്താ? അതിന് ഹീറ്റ് ഫ്ലോനുള്ള റെസിസ്റ്റൻസ് കുറവായിരിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തിലെ ടെമ്പറേച്ചർ എന്താണ്? യൂണിഫോം ആയിരിക്കും. എല്ലാ ലൊക്കേഷനിലും സെയിം ടെമ്പറേച്ചർ. പിന്നെ ടെമ്പറേച്ചറിന് ആരെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? ടൈമിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അതാണ് സിംപ്ലസ്റ്റ് കേസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇൻഫൈനൈറ്റ് ആണ്, പെർഫെക്റ്റ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആണ്. സോ ദാറ്റ് ദർ ഈസ് നോ വേരിയേഷൻ ഇൻ ടെമ്പറേച്ചർ ഇൻസൈഡ് ദി സോളിഡ് ആൻഡ് ടെമ്പറേച്ചർ ഈസ് എ ഫങ്ഷൻ ഓഫ് ടൈം ഓൺലി. ടെമ്പറേച്ചർ പിന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ടൈമിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞ സിറ്റുവേഷൻ അതൊരു പ്രാക്ടിക്കൽ കേസ് അല്ല. മീൻസ് ദി സിറ്റുവേഷൻ കനോട്ട് എക്സിസ്റ്റ് ഇൻ റിയാലിറ്റി ബിക്കോസ് ഓൾ സോളിഡ്സ് ഹാവ് ഫൈനൈറ്റ് തെർമൽ കണ്ടക്ടിവിറ്റി. ഓക്കെ, പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അതിൻ്റെ ഇൻറ്റേർണൽ കണ്ടക്ഷൻ റെസിസ്റ്റൻസ് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്തിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ പർട്ടിക്കുലർ അനാലിസിസ് ആണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. അതിനാണ് ലംബ്ഡ് സിസ്റ്റം അനാലിസിസ് എന്ന് പറയുന്നത്. ആ അനാലിസിസിലോട്ട് പോകണമെങ്കിൽ പർട്ടിക്കുലർ ക്രൈറ്റീരിയ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യാനുണ്ട്. ഓക്കെ, ദ പ്രോസസ് ഇൻ വിച്ച് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഈസ് ഇഗ്നോർഡ് ബീങ് നെഗ്ലിജിബിൾ ഇൻ കമ്പാരിസൺ വിത്ത് ഇറ്റ് സർഫസ് റെസിസ്റ്റൻസ് ഈസ് കോൾഡ് ന്യൂട്ടോണിയൻ ഹീറ്റിംഗ് ഓർ കൂളിംഗ് പ്രോസസ്. ആ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് നെഗ്ലക്റ്റ് ചെയ്യുന്നത് ആ സമയത്ത് യൂണിഫോം ടെമ്പറേച്ചർ, പിന്നെ ടെമ്പറേച്ചർ ടൈമിനനുസരിച്ചിട്ടേ വേരി ചെയ്യുന്നുള്ളൂ. ആ സമയത്തുള്ള ഹീറ്റിംഗ് ഓർ കൂളിംഗ് പ്രോസസ്സിനാണ് ന്യൂട്ടോണിയൻ ഹീറ്റിംഗ് അല്ലെങ്കിൽ കൂളിംഗ് എന്ന് പറയുന്നത്. ആ ഒരു പ്രോസസ്സിൻ്റെ ഫീച്ചർ എന്താണ് പറഞ്ഞാൽ ടെമ്പറേച്ചർ ത്രൂ ഔട്ട് ദ സോളിഡ് ഈസ് കൺസിഡേർഡ് ടു ബി യൂണിഫോം അറ്റ് എ ഗിവൺ ടൈം. യൂണിഫോം മീൻസ് ഏത് ലൊക്കേഷൻ എടുത്തിട്ടുണ്ടെങ്കിലും സെയിം ടെമ്പറേച്ചർ ആയിരിക്കും. ആ ന്യൂട്ടോണിയൻ ഹീറ്റിംഗ് അല്ലെങ്കിൽ കൂളിംഗ് പ്രോസസ്സിൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് നെഗ്ലക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി സോ ദാറ്റ് ദ ടെമ്പറേച്ചർ ഈസ് യൂണിഫോം ത്രൂ ഔട്ട്. അത്തരം അനാലിസിസിനെ പറയുന്ന പേരാണ് ലംബ്ഡ് ഹീറ്റ് കപ്പാസിറ്റി അനാലിസിസ്. ഓക്കെ,
അതായത് ടെമ്പറേച്ചർ ഈസ് എ ഫങ്ഷൻ ഓഫ് ടൈം ഓൺലി, നോട്ട് പൊസിഷൻ. ഓക്കെ, അത്തരം കേസിൽ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷനാണ് ഡിറൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കൺസിഡർ എ സോളിഡ് ബോഡി ഓഫ് സർഫസ് ഏരിയ എ. സോളിഡ് ബോഡി ഉണ്ട്, അതിൻ്റെ സർഫസ് ഏരിയ, ഔട്ടർ സർഫസ് ഏരിയ ആണ്, ക്രോസ് സെക്ഷൻ ഏരിയ അല്ല പറയുന്നത്, ഔട്ടർ സർഫസ് ഏരിയ എ, ഹൂസ് ഇനീഷ്യൽ ടെമ്പറേച്ചർ ഈസ് T0 ത്രൂ ഔട്ട് ആൻഡ് ഈസ് സഡൻലി പ്ലേസ്ഡ് ഇൻ എ ന്യൂ എൻവിറോൺമെൻറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ T ഇൻഫിനിറ്റി. ഇനീഷ്യലി ബോഡി ഉണ്ട്, അതിൻ്റെ ത്രൂ ഔട്ട് ആയിട്ട്. ഇപ്പം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ആരുടെ ഫംഗ്ഷൻ മാത്രമാണ്, ടൈമിൻ്റെ ആണ്. യൂണിഫോം ടെമ്പറേച്ചറാണ് എല്ലാ ലൊക്കേഷനിലും. ഓക്കെ, ഇനീഷ്യൽ ടെമ്പറേച്ചർ, സ്റ്റാർട്ടിങ്ങിലെ ടെമ്പറേച്ചർ, ടൈം 0 എന്ന സമയത്തിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് T0 ആണ് ഈ ബോഡിയിൽ. സർഫസ് ഏരിയ എ. ഇവിടെ പാരാമീറ്റേഴ്സ് നോക്കാം. ഇതിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്, സോളിഡ് ബോഡിയുടെ ഡെൻസിറ്റി റോ ആണ്, വോളിയം V, സ്പെസിഫിക് ഹീറ്റ് CP ആണ്, H കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ്, T എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ ഓഫ് ദ ബോഡി അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈമിലെ ടെമ്പറേച്ചറാണ് T. ഏതെങ്കിലും ഒരു ടൈം എടുക്കുന്ന ആ ടൈമിലെ ടെമ്പറേച്ചർ T. ഇനീഷ്യൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് T0, ടൈം 0 എന്ന സമയത്തിലെ ടെമ്പറേച്ചർ T0. At any instant of time, the convective heat loss from the body is equal to decrease in internal energy of the fluid. ഇതിൻ്റെ എനർജി ബാലൻസ് ആണ് പറയാൻ വേണ്ടി പോകുന്നത്. തൽക്കാലം വിചാരിക്കുക, ഞാൻ ഒരു ഹോട്ട് ബോഡി, ഈ സോളിഡ് ബോഡി ഹോട്ടാണ്, അത് സറൗണ്ടിങ്ങിലെ കൂൾ എൻവിറോൺമെൻറ്റിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഹോട്ട് ബോഡി പ്ലേസ്ഡ് ഇൻ കൂൾ എൻവിറോൺമെൻറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ എനർജി ബാലൻസ് എന്താ ചെയ്താൽ, അങ്ങനെ ഒരു എൻവിറോൺമെൻറ്റിൽ ഞാൻ പ്ലേസ് ചെയ്താൽ നോർമലി ടെമ്പറേച്ചർ ഡിഫറൻസ് വന്നു. സോളിഡ് ബോഡി ഹൈ ടെമ്പറേച്ചർ, സറൗണ്ടിങ് എൻവിറോൺമെൻറ്റ് ലോ ടെമ്പറേച്ചർ, ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും. ഓക്കെ, ഹീറ്റ് ട്രാൻസ്ഫർ ബൈ കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ. റേഡിയേഷൻ ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല, കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും. ആ സമയത്ത് എന്ത് ചെയ്യും, സിസ്റ്റത്തിൽ നിന്ന് എനർജി പുറത്തോട്ട് പോയെന്ന്, സിസ്റ്റത്തിൻ്റെ ഏത് എനർജി കുറയും, ഇൻറ്റേർണൽ എനർജി ഡിക്രീസ് ചെയ്യും. അതാണ് എനർജി ബാലൻസ്. ഡിക്രീസ് ഇൻ ഇൻറ്റേർണൽ എനർജി ഓഫ് ദ ബോഡി ഈസ് ഈക്വൽ ടു കൺവെക്റ്റീവ് ഹീറ്റ് ലോസ്. ഓക്കെ, ഇനി അതേപോലെ ഒരു കൂൾ ബോഡി, കോൾഡ് ബോഡി ഹോട്ട് എൻവിറോൺമെൻറ്റിലാണ് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ നേരെ റിവേഴ്സ് വരും. നേരെ ആ എൻവിറോൺമെൻറ്റിൽ നിന്ന് നമ്മളെ ബോഡിയിലോട്ടാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുക. ആ സമയത്ത് ഇൻക്രീസ് ഇൻ ഇൻറ്റേർണൽ എനർജി വെച്ചിട്ടാണ് എനർജി ബാലൻസ് വരിക. ഓക്കെ, ഞാനിപ്പം കൺസിഡർ ചെയ്യുന്ന ഹോട്ട് ബോഡി കോൾഡ് എൻവിറോൺമെൻറ്റിൽ പ്ലേസ് ചെയ്യുന്നത്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, HA കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ എക്സ്പ്രഷൻ എന്തോരും, അറ്റ് എനി ടൈം T. എനി ടൈം Tയിലെ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ ക്യാപിറ്റൽ T ആണ് എടുത്തിരിക്കുന്നത്. HA ഇൻറ്റു T മൈനസ് T ഇൻഫിനിറ്റി സറൗണ്ടിങ് ടെമ്പറേച്ചർ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിക്രീസ് ഇൻ ഇൻറ്റേർണൽ എനർജി. അതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് സൈൻ. MCP ഇൻറ്റു DT/dt. ഇത് എന്തുകൊണ്ടാണ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഏതാണ്ട് കംപ്ലീറ്റ് ഡെറിവേറ്റീവ് എഴുതിയത്. MCP .T/.Tക്ക് പകരം DT/dt എഴുതാൻ കാരണം എന്താ, ഇപ്പം ടെമ്പറേച്ചർ ആരെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, ഇറ്റ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം ഓൺലി. അതുകൊണ്ട് നമുക്ക് അവിടെ കംപ്ലീറ്റ് ഡെറിവേറ്റീവ് യൂസ് ചെയ്യാം. ഓക്കെ, മൈനസ് MCP DT/dt. മാസിന് പകരം എന്ത് എഴുതാൻ വേണ്ടി പറ്റും, ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ്. അങ്ങനെ മാസ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം. ഓക്കെ, HA ഇൻറ്റു T മൈനസ് T ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു മൈനസ് റോ V CP ഇൻറ്റു DT/dt. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നത്, DT/T മൈനസ് T ഇൻഫിനിറ്റി ടെമ്പറേച്ചറിൻ്റെ ടേം ഒന്ന് വെച്ചുകൊണ്ട് വരുന്നത്. ബാക്കി എന്താ വരുന്നത്, മൈനസ് HA ഡിവൈഡ് ബൈ റോ CP V ഇൻറ്റു DT. ഇനി എന്ത് ചെയ്യുന്നത്, ഈ ഇക്വേഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ലെഫ്റ്റ് സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് എന്ത് കിട്ടും, dx/x ഫോർമാറ്റിൽ ln T മൈനസ് T ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു, റൈറ്റ് സൈഡിൽ ഇത് കോൺസ്റ്റൻ്റ് ആണ്, ഇൻ്റഗ്രൽ DT ഇൻറ്റു T പ്ലസ് കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടക്ഷൻ്റെ ടൈമിൽ ആ കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ കണ്ടുപിടിക്കാനൊക്കെ നമ്മൾ എന്താണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ബൗണ്ടറി കണ്ടീഷൻസ് ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആ സ്റ്റഡി സ്റ്റേറ്റിൽ ബൗണ്ടറി കണ്ടീഷൻസ് സ്പെസിഫൈ ആയിട്ട് കണ്ടുപിടിച്ചു. ഇവിടെ ട്രാൻസിയൻറ്റ് കേസിൽ നമുക്ക് എന്താ വേണ്ടത്, ഇനീഷ്യൽ കണ്ടീഷനാണ് വേണ്ടുന്നത്. ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് വെച്ചാൽ ടൈം 0, സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എന്താണ് അതിൻ്റെ ടെമ്പറേച്ചറിൻ്റെ അവസ്ഥ, അതാണ് ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടൈം T ആവുന്ന സമയത്ത് ബോഡി ത്രൂ ഔട്ട് ആയിട്ടുള്ള ടെമ്പറേച്ചർ എന്തായിരുന്നു, T0 ആയിരുന്നു. ഓക്കെ, ആ ഇനീഷ്യൽ കണ്ടീഷൻ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്, എന്താ അപ്ലൈ ചെയ്യണം, ടൈം ടീൻ്റെ സ്ഥാനത്ത് 0 കൊടുക്കുക. ആ സമയത്തിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് T0. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടും, ലെഫ്റ്റ് സൈഡിൽ ln T0 മൈനസ് T ഇൻഫിനിറ്റി. ഓക്കെ, ടെമ്പറേച്ചറിൻ്റെ സ്ഥാനത്ത് T0 കൊടുക്കണം, ഇവിടെ ടീൻ്റെ സ്ഥാനത്ത് 0 കൊടുക്കണം. ഇവിടെ 0 കൊടുത്ത് എന്തായി, ഇത് 0 ആയി, ഈസ് ഈക്വൽ ടു C മാത്രമേ ഇല്ലൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഇതെന്തായി മാറും, കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ്റെ വാല്യൂ കിട്ടി ln
ടി നോട്ട് മൈനസ് ടി ഇൻഫിനിറ്റി അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? ln ടി മൈനസ് ടി ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു മൈനസ് എച്ച് എ ടി ബൈ റോ സി പി വി പ്ലസ് ln ടി നോട്ട് മൈനസ് ടി ഇൻഫിനിറ്റി. ഓക്കെ, ഈ ഒരു ടേമിനെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരുന്നു. ഇപ്പം എന്തായി? ലോഗ് എ മൈനസ് ലോഗ് ബി ഫോർമാറ്റായി ലോഗ് എ ബൈ ബി ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ ഒരു ടേം. ഓക്കെ, ഇനി രണ്ട് സൈഡിലും എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ എടുക്കുന്നു. ഓക്കെ, ln ടി മൈനസ് ടി ഇൻഫിനിറ്റി ഡിവൈഡ് ബൈ ടി നോട്ട് മൈനസ് ടി ഇൻഫിനിറ്റി. ഇതിനെ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ എടുത്താൽ എന്ത് കിട്ടും? എക്സ്പൊണൻഷ്യൽ ആൻഡ് ln. ഓക്കെ, ഇൻവേഴ്സ് ആണ്, ക്യാൻസൽ ആയിപ്പോൾ റൈറ്റ് സൈഡിൽ എന്ത് വരും? ഇ റേസ് ടു ഈ ഒരു ടേം, അതായത് എക്സ്പൊണൻഷ്യൽ ഓഫ് മൈനസ് എച്ച് എ ടി ബൈ റോ സി പി ഇൻറ്റു വി. അതായത് ടി മൈനസ് ടി ഇൻഫിനിറ്റി ഡിവൈഡ് ബൈ ടി നോട്ട് മൈനസ് ടി ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എച്ച് എ ടി ബൈ റോ സി പി വി. അതാണ് എക്സ്പൊണൻഷ്യൽ എന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്നത്. ഈക്വേഷൻ എന്താ നമുക്ക് തരുന്നത്? ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ ഫോർ എ സോളിഡ് ഇനീഷ്യലി അറ്റ് എ ടെമ്പറേച്ചർ ടി നോട്ട് വിച്ച് ഈസ് പ്ലേസ്ഡ് ഇൻ എ കൺവെക്റ്റീവ് എൻവിറോൺമെൻറ്റ് അറ്റ് ടെമ്പറേച്ചർ ടി ഇൻഫിനിറ്റി. ഒരു ബോഡി അതിൻ്റെ ഇനീഷ്യൽ ത്രൂ ഔട്ട് ആയിട്ടുള്ള ടെമ്പറേച്ചർ ലംബഡ് സിസ്റ്റമാണ്, ത്രൂ ഔട്ട് ആയിട്ട് ടെമ്പറേച്ചർ ടി നോട്ട് ആയിരുന്നു. അത് ഞാൻ സഡൻലി ഒരു ടി ഇൻഫിനിറ്റി ടെമ്പറേച്ചറിൽ ഒരു സറൗണ്ടിങ് മീഡിയത്തിൽ പ്ലേസ് ചെയ്യുന്നത്. ആ സമയത്തിൽ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ക്യൂ അറ്റ് എനി ടൈം ടി. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈം ടി എന്ന് പറഞ്ഞ ഒരു പർട്ടിക്കുലർ ടൈമിലെ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഓൾറെഡി നമ്മൾ എഴുതിയ ഇക്വേഷൻ തന്നെ കണ്ടുപിടിക്കേണ്ടത്. ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻറ്റിലെ കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഇക്വേഷൻ എന്താ? ക്യൂ ഇസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു എ ഇൻറ്റു ആ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലെ ടെമ്പറേച്ചർ മൈനസ് സറൗണ്ടിങ് മീഡിയത്തിലെ ടെമ്പറേച്ചർ. ഓക്കെ, സിംപ്ലി ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിങ്ങിൻ്റെ എക്സ്പ്രഷൻ. ഇനി ഈ ടി മൈനസ് ടി ഇൻഫിനിറ്റി അതിനൊരു എക്സ്പ്രഷൻ എവിടെ നിന്ന് കിട്ടും? നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ച ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ ഇക്വേഷൻ ഉണ്ട്. അതിൽ നിന്ന് ടി മൈനസ് ടി ഇൻഫിനിറ്റിയുടെ എക്സ്പ്രഷൻ എന്താ? ടി മൈനസ് ടി ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു ഈ ഒരു എക്സ്പ്രഷൻ കിട്ടി. അങ്ങനെയാണെങ്കിൽ അറ്റ് എനി ഇൻസ്റ്റൻറ്റിലെ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ക്യൂ ഐ അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ ഒരു ടി മൈനസ് ടി ഇൻഫിനിറ്റിക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ആ പർട്ടിക്കുലർ ടൈമിലെ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നമ്പർ സി നമുക്ക് യൂസ് ചെയ്യാം. അടുത്തത് ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ഡെൽറ്റ യു ഗിവൺ ഓഫ് ഡ്യൂറിങ് ടൈം ഇൻ്റർവെൽ 0 ടി. ഇപ്പം ഞാൻ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലെ ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടുപിടിക്കേണ്ട ഇക്വേഷനാണ്. ഇനി ഒരു അന്നേരം യൂണിറ്റ് എവിടെ എന്തായിരിക്കും? വാട്ടായിരിക്കും ഇവിടെ കിട്ടുന്ന യൂണിറ്റ് എന്ന് പറയുന്നത്, ജൂൾ പെർ സെക്കൻഡ് ക്യു ഐ എന്ന് പറഞ്ഞത്. ഇനി 0 സ്റ്റാർട്ടിങ് തൊട്ടിട്ട് ഒരു പർട്ടിക്കുലർ ടൈം വരെ എത്രത്തോളം ഹീറ്റ് കൊടുത്തു, ഹീറ്റ് പുറത്തോട്ട് പോയി, അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ദ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഡ്യൂറിങ് ടൈം ടി മീൻസ് 0 to t ഈക്വൽ ടു ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഓഫ് ദി സോളിഡ്. അത്രയും ഹീറ്റ് എവിടെ നിന്ന് അങ്ങനെ പോകുന്നത്, പുറത്തോട്ട് പോകുന്നത്? ഇൻറ്റേർണൽ എനർജിയുടെ എക്സ്പെൻസ് എന്നാണ് പുറത്തോട്ട് പോകുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഇറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ ഇൻറ്റഗ്രേറ്റിംഗ് ഇക്വേഷൻ സി വിത്ത് റെസ്പെക്ട് ടു ടൈം വിത്തിൻ ദ ലിമിറ്റ് 0 to t. അതായത് ഡെൽറ്റ യു ഡി ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ആയിട്ടാണ് പോകുന്നത്. ഇൻറ്റഗ്രൽ 0 to t ക്യു ഐ ഡി ടി മീൻസ് 0 എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് ടൈം തൊട്ട് ഒരു പർട്ടിക്കുലർ ടൈം വരെ എത്രത്തോളം ഹീറ്റ് പുറത്തോട്ട് പോകുന്നുണ്ട്. അതെന്തായിരിക്കും? ഡിക്രീസ് ഇൻ ഇൻറ്റേർണൽ എനർജി ആയിരിക്കും, അല്ലെ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ആയിരിക്കും. ഓക്കെ, ക്യു ഐൻ്റെ എക്സ്പ്രഷൻ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇനി ഇതിൽ കോൺസ്റ്റൻ്റ് ആരാണ്? എച്ച് എ ടി നോട്ട് മൈനസ് ടി ഇൻഫിനിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, അതിനെ പുറത്തോട്ട് എടുത്തു. ബാക്കിയുള്ളതാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ ഇപ്പം ഇ റേസ് ടു എ എക്സ് എന്നുള്ള ഫോർമാറ്റാണ്. എന്താ ഇൻറ്റഗ്രേഷൻ ചെയ്യുന്ന സമയത്ത് ഇ റേസ് ടു എ എക്സ് ഡിവൈഡ് ബൈ എ. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് ടി ആണ്, എ എന്ന് പറയുന്നത് നമ്മൾ എച്ച് മൈനസ് എച്ച് എ ഡിവൈഡ് ബൈ റോ സി പി വി ആണ്. ഓക്കെ, അന്നേരം എന്ത് കിട്ടും? ഇ റേസ് ടു അല്ലെങ്കിൽ എക്സ്പൊണൻഷ്യൽ ഓഫ് മൈനസ് എച്ച് എ ടി ബൈ റോ സി പി വി ഡിവൈഡ് ബൈ മൈനസ് എച്ച് എ ബൈ റോ സി പി വി. ഓക്കെ, ഇനി കോൺസ്റ്റൻറ്റിനെ എന്ത് ചെയ്തു? ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നാൽ മീൻസ് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ എന്ത് കിട്ടും? എച്ച് ഇൻറ്റു ടി നോട്ട് മൈനസ് ടി ഇൻഫിനിറ്റി. ഇത് മുകളിലോട്ട് വരും, അടുത്ത് മറ്റേത് താഴെ തന്നെ ഉണ്ടാവും. ഇൻറ്റു എക്സ്പൊണൻഷ്യൽ ഓഫ് മൈനസ് എച്ച് എ ടി ബൈ റോ സി പി വി. ഇനി ഈ എച്ച് എ ക്യാൻസൽ ചെയ്ത് കളയുന്നത്, ബാക്കി മൈനസ് റോ സി പി വി ഇൻറ്റു ടി നോട്ട് മൈനസ് ടി ഇൻഫിനിറ്റി ഇൻറ്റു ഈ ഒരു ടേം. ഇനി ഇൻറ്റഗ്രേഷൻ്റെ ലിമിറ്റ് കൊടുക്കുന്നത്, ആദ്യം ടി കൊടുത്താൽ എന്ത് കിട്ടും? ഈ ഒരു ടി, ആ സ്ഥാനത്ത് എന്ത് വരും? ആ ടൈം അപ്പർ ലിമിറ്റ് തന്നെ വരും. പിന്നെ 0 കൊടുത്താൽ ഇ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, ഇതാണ്
ടോട്ടൽ ഹീറ്റ് ട്രാൻസ്ഫർ. സ്റ്റാർട്ടിങ് കൊണ്ട് ഒരു പർട്ടിക്കുലർ ടൈം വരെയുള്ള ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ എക്സ്പ്രഷനാണ്. അതിൻ്റെ യൂണിറ്റ് എന്താ വരിക? ജൂൾസിലാണ് ഉണ്ടാവുക. റേറ്റ് അല്ല, ഇവിടെ ടോട്ടൽ ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. മൈനസ് സൈൻ എന്ന് വെച്ചാൽ ഡിക്രീസ് ഇൻ എനർജി, ഇൻറ്റേർണൽ എനർജി. അടുത്തത് ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റീസ്. ഇവിടെ നമ്മൾ ഈ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ, ഇപ്പം ഈ ഒരു ടേം ഇതിനൊരു ഡയമെൻഷൻലെസ് നമ്പേഴ്സിൻ്റെ ഫോർമാറ്റിലോട്ട് മാറ്റി എഴുതാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, ഈ ഒരു എക്സ്പോണൻറ്റ്, ദ എക്സ്പോണൻറ്റ് ക്വാണ്ടിറ്റി HAT/ρCpV ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ ഡയമെൻഷൻലെസ് ഫോം. രണ്ട് ഡയമെൻഷൻലെസ് നമ്പേഴ്സിൽ അതിൻ്റെ ടേംസിലോട്ട് എഴുതാൻ വേണ്ടി പോവുകയാണ്. ഇത് നമുക്ക് അങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും. HAT/ρCpV ഈസ് ഈക്വൽ ടു HAT/ρCpV ഇൻറ്റു V/V A/A K/K. വാല്യൂ മാറുന്നുണ്ടോ? ഇല്ല. ഇതൊക്കെ 1 ആണ്. അതിന് ശേഷം എന്ത് ചെയ്യുന്നു? ഈ ഒരു ടേമിനൊന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. ഇതിന് പകരം ഒരു ടേം സബ്സ്റ്റിറ്റ്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ മാറ്റിയത് ഇവിടെ HV/KA ഒരു ടേമാക്കി എഴുതിയിട്ടുണ്ട്. ഒരു പർട്ടിക്കുലർ നമ്പറിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കി എന്താ മുകളിലുള്ളത്? A² ഉണ്ട്, അതേപോലെ K ഉണ്ട്, പിന്നെ T ഉണ്ട്. താഴെ വരുന്നത് V², V ഇൻറ്റു V V² ഉണ്ട്. അതേപോലെ താഴെ ഇപ്പുറത്ത് ρCp ഉണ്ട്. ഓക്കെ, ഇക്വേഷൻ നമ്പർ D എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതിൽ K എന്ന് വെച്ചാൽ എന്താണ്? തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് സോളിഡ് ആണ്. ഇവിടെ ശ്രദ്ധിക്കണം, ട്രാൻസിയൻറ്റ് പ്രോബ്ലത്തിൽ നമ്മൾ ഈ പറയുന്ന K എന്ന് പറഞ്ഞാൽ തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് സോളിഡ് ആണ്. ഇപ്പോൾ കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ സെക്കൻഡ് മോഡ്യൂളിൽ പഠിച്ചത് K എന്ന് വെച്ചാൽ അവിടെ എന്താണ്? തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ഫ്ലൂയിഡ് ആയിരുന്നു. ഇവിടെ സോളിഡ് ആണ്, ശ്രദ്ധിക്കണം. ഇതിൽ K/ρCp എന്താണ്? ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചതാണ് തെർമൽ ഡിഫ്യൂസിവിറ്റി ഓഫ് ദി സോളിഡ്. K/ρCp പറയുന്നത് ആൽഫയാണ്. ഇവിടെ ഞാൻ ഡിഫൈൻ ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക് ലെങ്ത്തിനെ ഡിഫൈൻ ചെയ്യുന്നു. അങ്ങനെയാണ് വോളിയം ഓഫ് ദി ബോഡി ഡിവൈഡ് ബൈ സർഫസ് ഏരിയ. ഓക്കെ, ഇവിടെ V വോളിയം ആയിരുന്നു, A എന്ന് പറയുന്നത് സർഫസ് ഏരിയ ആയിരുന്നു. വോളിയം ഓഫ് ദ ബോഡി ഡിവൈഡ് ബൈ സർഫസ് ഏരിയ ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യാരക്ടറിസ്റ്റിക് ലെങ്ത് ഓഫ് ദി സോളിഡ്. ട്രാൻസിയൻ്റ് പ്രോബ്ലത്തിൽ അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ അങ്ങനെ മാറ്റി ചെയ്താൽ വേണ്ടി പറ്റും. HAT/ρCpV പകരം H ഇൻറ്റു ഇവിടെ V/A പകരം ക്യാരക്ടറിസ്റ്റിക് ലെങ്ത് വന്നു HLC/K ഇൻറ്റു K/ρCp എന്ന് പറയുന്നത് ആൽഫയാണ്. അഗൈൻ ഇവിടെ A/V ആണുള്ളത്, 1/LC വരും, അല്ലെങ്കിൽ 1/LC². T അതേപോലെ തന്നെ ഉണ്ട്. ഓക്കെ, ഈ ഒരു ടേമിൽ ഈ HLC/K എന്ന് പറയുന്ന ഒരു നമ്പറാണ്, ഒരു ഡയമെൻഷൻലെസ് നമ്പറാണ്. അതിനെ ബയോട്ട് നമ്പർ എന്ന് പറയും. അതേപോലെ α/T/LC² എന്ന് പറയുന്നത് വേറൊരു ഡയമെൻഷൻലെസ് നമ്പറാണ്. അതിനെ ഫോറിയർ നമ്പർ എന്ന് പറയും. ഓക്കെ, ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, എക്സ്പ്രഷൻ എങ്ങനെ വന്നതെന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇതാണ് നമ്മളെ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ ഇക്വേഷൻ. ഇവിടെ നമുക്ക് ഇതിന് പകരം എന്ത് കൊടുക്കുക? HAT/ρCpV പകരം നമുക്ക് എന്ത് കിട്ടി? ബയോട്ട് നമ്പർ ഇൻറ്റു ഫോറിയർ നമ്പർ എന്ന് പറഞ്ഞ ടേം കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ ഇക്വേഷൻ എങ്ങനെ ചെയ്താൽ T-T∞ ഡിവൈഡ് ബൈ T0 - T∞ ഈസ് ഈക്വൽ ടു e⁻⁻BI ഇൻറ്റു FO. ഓക്കെ, ഇനി ക്യാരക്ടറിസ്റ്റിക് ലെങ്ത്, അത് ഡിഫറൻറ്റ് സിമ്പിൾ ജോമെട്രീസിൻ്റെ എക്സ്പ്രഷൻ എന്താ വരലെന്ന് നോക്കാം. ക്യാരക്ടറിസ്റ്റിക് ലെങ്ത് എന്തായിരുന്നു? വോളിയം ഓഫ് ദ ബോഡി ഡിവൈഡ് ബൈ സർഫസ് ഏരിയ. ആദ്യം പ്ലെയിൻ വാള്, ലാർജ് പ്ലെയിൻ വാളാണ്. അതിൻ്റെ തിക്നെസ് L. ലാർജ് പ്ലെയിൻ വാൾ എന്ന് വെച്ചാൽ തിക്നെസ്, ബാക്കി ഈ ഒരു ഡയമെൻഷനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് തിക്നെസ് വളരെ കുറവായിരിക്കും. ഓക്കെ, തിക്നെസ് L ആണ്. അതേപോലെ സർഫസ് ഏരിയ A. രണ്ട് സൈഡിലും, ഈ സൈഡിലും അതേപോലെ തന്നെ റൈറ്റ് സൈഡിലും കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വോളിയം എന്തായിരിക്കും? വോളിയം എന്ന് വെച്ചാൽ സർഫസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് അല്ലെങ്കിൽ ലെങ്ത്ത് ചെയ്താൽ എന്തായി? ഇതിൻ്റെ വോളിയം കിട്ടി. ഓക്കെ, A ഇൻറ്റു L ചെയ്താൽ വോളിയമായി. ഇനി സർഫസ് ഏരിയ എന്ന് വെച്ചാൽ ഈ ഒരു ടോപ്പിലെ സർഫസ് ഏരിയ കമ്പയർ ചെയ്യുന്നില്ല, കാരണം സൈഡിന് ഈ സൈഡിൽ ആണ് വലിയ ഹൈറ്റ് വരുന്നത്. അതിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ടോപ്പിൽ അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ലാർജ് പ്ലെയിൻ വാളിൽ വരുന്നത്. ഇവിടെയൊക്കെ കൺവെക്ഷൻ നടക്കുന്നത്, ഒന്ന് ഇവിടെ കൺവെക്ഷൻ നടക്കുന്നുണ്ട്, അതേപോലെ റൈറ്റ് സൈഡിലും കൺവെക്ഷൻ നടക്കുന്നുണ്ട്. ലാർജ് ഏരിയ ഓഫ് കൺവെക്ഷൻ അവിടെയാണ് വരുന്നത്. 2 രണ്ട് സ്ഥലത്ത് വരുന്നുണ്ട്, 2 ഇൻറ്റു A. അങ്ങനെയാണെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ലെങ്ത് എന്തായിരിക്കും? എയും എയും ക്യാൻസൽ ചെയ്താൽ L/2. ഓക്കെ, ഇതാണ് പർട്ടിക്കുലർ പ്രോബ്ലത്തിൽ വേറെ ഏതാണ്ട് രീതിയിൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ജനറൽ ഇക്വേഷൻ വെച്ചിട്ട് തന്നെ LCയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അല്ലാണ്ട് ഷോർട്ട് ഫോം യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല, ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യണം. അതേപോലെ ലോങ് സിലിണ്ടേഴ്സ് വിത്ത് റേഡിയസ് R ആൻഡ് ലെങ്ത് L. ലോങ് സിലിണ്ടറാണ്, അതിൻ്റെ റേഡിയസ് R. ഓക്കെ, റേഡിയസ് വാല്യൂ എന്ന് പറയുന്നത് ക്യാപിറ്റൽ R ആണ്, ലെങ്ത് L. ലോങ് സിലിണ്ടർ എന്ന് വെച്ചാൽ ഈ ലെങ്ത് എന്ന് പറയുന്നത് അതിൻ്റെ റേഡിയസിനെ കമ്പയർ ചെയ്യുമ്പോൾ വെരി ലാർജ് ആയിരിക്കും. ആ ലോങ് സിലിണ്ടർ എന്ന് പറയുന്നത്. ഇതിൻ്റെ വോളിയം എന്തായിരിക്കും?
പൈ ആർ സ്ക്വയർ ഇൻറ്റു എൽ. പൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ സർഫസ് ഏരിയ വന്നു ഇൻറ്റു ലെങ്ത്ത് ചെയ്താൽ എന്തായി വോളിയമായി. ഏരിയ ഇൻറ്റു ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തായി ഇവിടെ വോളിയം കിട്ടി. ഇനി ഏരിയ എന്ന് വെച്ചാൽ കൺവെക്ഷൻ നടക്കുന്ന ഏരിയ ഈ സിലിണ്ടറിക്കൽ ഏരിയ ആണ്. എന്തുവരും 2πr എന്ന് വെച്ചാൽ പെരിമീറ്റർ ഇൻറ്റു ആ ലെങ്ത്ത് ചെയ്താൽ ഈ ഒരു ലെങ്ത്ത് ചെയ്താൽ എന്തായി അതിൻ്റെ ഏരിയയായി കൺവെക്ഷൻ നടക്കുന്ന ഏരിയയായി. ഓക്കെ സർഫസ് ഏരിയയായി. ഇത് എൽ സി സിക്കുള്ള സോൾവ് ചെയ്താൽ എന്ത് കിട്ടും r/2. ഇനി സ്ഫിയറിൻ്റെ കേസിനാണെങ്കിലോ എൽ സി സി ഇക്വൽ ടു v/a. സ്ഫിയറിൻ്റെ റേഡിയസ് r വരുന്ന സ്ഫിയർ അതിൻ്റെ വോളിയത്തിൻ്റെ ഇക്വേഷൻ എന്താ 4/3 πr³ ഡിവൈഡ് ബൈ സർഫസ് ഏരിയ എന്ന് വെച്ചാൽ 4πr². സോൾവ് ചെയ്താൽ സ്ഫിയറിൻ്റെ എൽ സി വാല്യൂ എന്ന് പറഞ്ഞാൽ r/3. അടുത്ത ക്യൂബ് സൈഡ് എല്ലിലൊരു ക്യൂബ് എല്ലാ സൈഡും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ വോളിയം എന്തായിരിക്കും ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് l³ l ഇൻറ്റു l ഇൻറ്റു l. ഏരിയ എന്തായിരിക്കും ഒന്നിൻ്റെത് ഇവിടെ l. ഓക്കെ l ഇൻറ്റു l² കിട്ടി. അങ്ങനെ 6 വശങ്ങളുണ്ട് 6 സൈഡ് ഫേസസ് ഉണ്ട്. ഓക്കെ അന്നേരം 6l². സോൾവ് ചെയ്താൽ എന്താ കിട്ടുന്നത് l/6 വരും ക്യൂബിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ലെങ്ത്. അടുത്തത് ബയോട്ട് നമ്പർ. Biot number is the ratio of internal resistance of a body to heat conduction to its convection resistance at the surface. ആരുടെയൊക്കെ റേഷ്യോ ആണ് ബയോട്ട് നമ്പർ എന്ന് പറയുന്നത്? ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ ലംബ്ഡ് സിസ്റ്റം അനാലിസിസ് അപ്ലിക്കബിൾ ആണോ അല്ലയോ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന നമ്പറാണ് ബയോട്ട് നമ്പർ. ഓക്കെ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ഇൻറ്റേർണൽ കണ്ടക്ഷൻ റെസിസ്റ്റൻസ് വിത്തിൻ ദ ബോഡി ഡിവൈഡ് ബൈ കൺവെക്ഷൻ റെസിസ്റ്റൻസ് അറ്റ് ദി സർഫസ്. അതാണ് ബയോട്ട് നമ്പർ. കണ്ടക്ഷൻ റെസിസ്റ്റൻസ് ഇൻ ടേംസ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് ലെങ്ത് നമുക്ക് അങ്ങനെ എഴുതാം LC/KA. ഓക്കെ കൺവെക്ഷൻ റെസിസ്റ്റൻസ് 1/HA അറ്റ് ദി സർഫസ്. എ ക്യാൻസൽ ചെയ്താൽ ബാക്കി റീഅറേഞ്ച് ചെയ്തത് എന്ത് കിട്ടും ബയോട്ട് നമ്പർ ഈസ് ഈക്വൽ ടു HLC/K. ഇവിടെ K എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം. ഇറ്റ് ഈസ് ദി തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ദി സോളിഡ് ബോഡി നോട്ട് ദി ഫ്ലൂയിഡ്. ഓക്കെ എൽ സി എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക് ലെങ്ത് വോളിയം ബൈ ഏരിയ. ഈ ഒരു എക്സ്പ്രഷൻ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും? സ്മോൾ ബയോട്ട് നമ്പർ റെപ്രസെൻറ്റ്സ് സ്മോൾ റെസിസ്റ്റൻസ് ടു ഹീറ്റ് കണ്ടക്ഷൻ ആൻഡ് ദ സ്മോൾ ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് വിത്തിൻ ദി ബോഡി. ബയോട്ട് നമ്പർ സ്മോൾ എന്ന് വെച്ചാൽ ഇവിടെ ആര് സ്മോൾ ആവണം? കണ്ടക്ഷൻ റെസിസ്റ്റൻസ് സ്മോൾ ആവണം. ഈ റേഷ്യോയിൽ കണ്ടക്ഷൻ റെസിസ്റ്റൻസ് സ്മോൾ ആവണം. അല്ലെങ്കിൽ ഈ ഇക്വേഷൻ നോക്കിയാൽ ബയോട്ട് നമ്പർ സ്മോൾ ആവണമെങ്കിൽ തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കണം. ഓക്കെ മീൻസ് ലോ വാല്യൂ ഓഫ് ബയോട്ട് നമ്പർ എന്ന് വെച്ചാൽ കണ്ടക്ഷൻ റെസിസ്റ്റൻസ് വളരെ കുറവ് അല്ലെങ്കിൽ ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി. മീൻസ് ആ ബോഡിയുടെ അകത്തുള്ള ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് എന്ന് വെച്ചാൽ ഒരു ലൊക്കേഷനിൽ നിന്ന് അടുത്ത ലൊക്കേഷനിലോട്ട് പോകുന്ന സമയത്തിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് dT/dx എന്ന് പറയുന്നത്. മീൻസ് ആ ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് എന്തായിരിക്കും വളരെ കുറവായിരിക്കും ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി ആവുന്ന സമയത്ത്. ഓക്കെ Lumped system analysis assumes a uniform temperature distribution throughout the body, which will be the case only when thermal resistance of the body to heat conduction is 0. നമ്മൾ ലംബ്ഡ് സിസ്റ്റം അനാലിസിസിൽ എന്താ ത്രൂ ഔട്ട് ദി ബോഡി സെയിം ടെമ്പറേച്ചർ യൂണിഫോം ടെമ്പറേച്ചർ ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. അതെപ്പോഴാണ് വരിക? ഇൻഫൈനൈറ്റ് തെർമൽ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ കണ്ടക്ഷൻ റെസിസ്റ്റൻസ് 0 എന്ന സമയത്ത്. പ്രാക്ടിക്കലി ഒരിക്കലും പോസിബിൾ അല്ല. അങ്ങനെ ആവുന്ന സമയത്ത് അങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ ബയോട്ട് നമ്പർ എന്തായിരിക്കണം? 0 ആയിരിക്കണം. അതായത് കണ്ടക്ഷൻ റെസിസ്റ്റൻസ് 0. ഇത് 0 എന്ന് വെച്ചാൽ ഈ റേഷ്യോ എന്തായി 0/some ക്വാണ്ടിറ്റി 0t അല്ലെങ്കിൽ Kൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആയാലും ബയോട്ട് നമ്പർ 0. അതാണ് ആ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ ലംബ്ഡ് സിസ്റ്റം ആയാലും ബയോട്ട് നമ്പർ 0. കറക്റ്റായിട്ട് പറയുന്നത് ഞങ്ങൾ ബയോട്ട് നമ്പർ 0 ആവുന്ന സമയത്താണ് ലംബ്ഡ് സിസ്റ്റം അനാലിസിസ് അപ്ലിക്കബിൾ ആവുന്നത്. പക്ഷേ ഒരിക്കലും പ്രാക്ടിക്കലി അത് പോസിബിൾ അല്ല. അങ്ങനെ ആവുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വാല്യൂ വെച്ചിട്ട് അതിനെ റെസ്ട്രിക്റ്റ് ആയിട്ടുണ്ടാവും. നമുക്ക് എപ്പോഴാണ് ലംബ്ഡ് സിസ്റ്റം അനാലിസിസ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളത്. ജനറലായിട്ട് യൂസ് ചെയ്യുന്ന വാല്യൂ എന്താ? ഇറ്റ് ഈസ് ജനറലി അക്സെപ്റ്റഡ് ദാറ്റ് ലംബ്ഡ് സിസ്റ്റം അനാലിസിസ് ഈസ് അപ്ലിക്കബിൾ ഇഫ് ബയോട്ട് നമ്പർ ഈസ് ലെസ് ദാൻ 0.1. ഒരു ലംബ്ഡ് സിസ്റ്റം അനാലിസിസ് ട്രാൻസിയൻ്റ് പ്രോബ്ലം വന്ന സമയത്ത് ആദ്യം ചെക്ക് ചെയ്യേണ്ട എന്താണ്? ലംബ്ഡ് സിസ്റ്റം അതിൽ പോസിബിൾ ആണോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതിനെന്ത് ചെയ്യണം? ബയോട്ട് നമ്പറിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് ലെസ് ദാൻ 0.1 ആണോ എന്ന് നോക്കണം. When biote number is less than 0.1, the variation of temperature with location within the body will be slight and can be reasonably approximated as being uniform, and lumped system analysis is applicable. അതായത് ബയോട്ട് നമ്പർ 0 ആവണ്ട ലെസ് ദാൻ 0.1 ആവുന്ന സമയത്ത് ആ ബോഡിയുടെ അകത്തുള്ള ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്തിട്ട് അതിനെന്താക്കുക ലംബ്ഡ് സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യുക. അതായത് ലംബ്ഡ് സിസ്റ്റം അനാലിസിസ് അവിടെ പോസിബിൾ ആണ്. ഓക്കെ അടുത്തത്
Fourier number. Fourier number at time t can be viewed as the ratio of rate of heat conducted to the rate of heat stored at that time. അതായത് ഫോറിയർ നമ്പർ എന്ന് വെച്ചാൽ ഒരു ബോഡിയിലൂടെ ഹീറ്റ് കണ്ടക്ട് ചെയ്യുന്നതിൻ്റെയും ഹീറ്റ് സ്റ്റോർ ചെയ്യുന്നതിൻ്റെയും ഒരു റിലേറ്റീവ് മെഷർ, അതാണ് ഫോറിയർ നമ്പർ തരുന്നത്. ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് റേറ്റ് ഓഫ് ഹീറ്റ് കണ്ടക്റ്റഡ്, ബോഡിയിലൂടെ കണ്ടക്ട് ചെയ്യുന്ന ഹീറ്റ് ഡിവൈഡ് ബൈ റേറ്റ് ഓഫ് ഹീറ്റ് സ്റ്റോറേജ്. ഓക്കെ, അതിൻ്റെ റിലേറ്റീവ് തരുന്ന വാല്യൂ ആണ് ഫോറിയർ നമ്പർ എന്ന് പറയുന്നത്. റേറ്റ് ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ ത്രൂ ദ ബോഡി ബൈ റേറ്റ് ഓഫ് ഹീറ്റ് സ്റ്റോറേജ്, അതായത് KA ഡെൽറ്റ ടി ബൈ LC ക്യാരക്ടറിസ്റ്റിക് ലെങ്ത്. സ്റ്റോറേജ് എന്ന് പറയുന്നത് അതിൻ്റെ മാസ് ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് ഇൻറ്റു ടെമ്പറേച്ചർ ചേഞ്ച് വിത്ത് ടൈം. ഓക്കെ, റേറ്റ് ആണ്, അതുകൊണ്ടാണ് ടൈം വരുന്നത്. മാസ് എന്ന് വെച്ചാൽ ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഇൻറ്റു CP ഇൻറ്റു ഡെൽറ്റ ടി ബൈ T. ഇവിടെ ഞാൻ ഈ വോളിയത്തിന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ലെങ്ത് ഈസ് ഈക്വൽ ടു വോളിയം ബൈ ഏരിയ ആണ്. വോളിയം ഈസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു ക്യാരക്ടറിസ്റ്റിക് ലെങ്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അന്നേരം എന്ത് കിട്ടും? റോ ഇൻറ്റു വോളിയത്തിന് പകരം LC ഇൻറ്റു A ഇൻറ്റു CP ഇൻറ്റു ഡെൽറ്റ ടി ബൈ T. ക്യാൻസൽ ചെയ്യാനെല്ലാം ക്യാൻസൽ ചെയ്തിട്ട് റീഅറേഞ്ച് ചെയ്ത് എന്ത് കിട്ടും? KT ബൈ റോ CP ഇൻറ്റു LC സ്ക്വയർ. ഇതിൽ K ബൈ റോ CP എന്ന് പറയുന്നത് അറിയാം, തെർമൽ കണ്ടക്ടിവിറ്റിയാണ് ആൽഫ. അങ്ങനെയാണെങ്കിൽ ഫോറിയർ നമ്പർ എന്ത് വരും? FO is equal to alpha T by LC square. Equation പ്രകാരം, since Fourier number is a measure of heat conducted through the body relative to heat stored, large value of Fourier number indicates faster propagation of heat through the body. Fourier numberൻ്റെ വാല്യൂ ലാർജ്, വെരി ലാർജ് എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്താ? ഹീറ്റ് കണ്ടക്ഷൻ ആണ് കൂടുതൽ, മീൻസ് ഹീറ്റ് ആ ബോഡിയിലെ കൂടെ പെട്ടെന്ന് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത് പോയി. സ്റ്റോറേജ് കുറവാണെന്നാണ് അതിൻ്റെ മീനിങ്. ഈ ഏരിയയിൽ നിന്ന് ചോദിച്ചൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ തിയറി ടൈപ്പ് വന്നത് എക്സ്പ്ലെയിൻ ലംബ്ഡ് സിസ്റ്റം അനാലിസിസ് ആയിരുന്നു. ബാക്കി മെജോറിറ്റിയും പ്രോബ്ലംസ് ആണ് ചോദിച്ചത്. അത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും.